പോട്ടെ ചേച്ചി. ആദ്യമായിട്ട് അവളൊരു നല്ല കാര്യം ചെയ്തതല്ലേ? ഒരു നിരപരാധിയെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവൾ ശ്രമിക്കുന്നു. ആദ്യമായിട്ട് അവളെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ശേഖര, കേട്ടില്ലേ? രാജു വരുന്നെന്ന്. എന്റെ വിശ്വസ്തൻ തിരിച്ചു വരുന്നു. എനിക്കുണ്ടായിരുന്ന കുറ്റബോധം എല്ലാം പോയി. അതെ ചേട്ടാ, കേട്ടപ്പോ എനിക്കും ഒരുപാട് സന്തോഷമായി. അല്ലെങ്കിലും ഋതുമോളും ഇടിക്കുക. വലിയച്ഛ, ദേ ഋതു ചേച്ചി രാജു ചേട്ടനും വരുന്നു. സർ, എന്തിനാ നീ വന്നേ? ആദ്യമായിട്ട് എന്നോട് എതിര് സംസാരിച്ച് എന്നെ ധിക്കരിച്ച് നീ ഇവിടെ ഇറങ്ങി പോയതല്ലേ? പിന്നെ എന്റെ നേരെ ശബ്ദം ഉയർത്തി എന്റെ വായു അടപ്പിച്ചു. പിന്നെ എന്ത് ധൈര്യത്തിലാ എന്റെ മുന്നിലേക്ക് നീ കയറി വന്നത്? എന്റെ വർമ്മ സാറ് എന്നെ ഒന്നും പറയില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇവിടേക്ക് കയറി വന്ന. രാജു, നിന്റെ വാക്ചാതുര്യം കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ നീ കരുതണ്ട. എനിക്ക് നിന്നോട് ദേഷ്യമാണെങ്കിൽ വർമ്മ സാറിന് എന്നെ ശാസിക്കാം, എന്നെ അടിക്കാം. പക്ഷേ എന്നും വർമ്മ സാറിന്റെ സേവകനായി സാറിന്റെ തണലിൽ ജീവിക്കാനാ ഈ രാജുവിന് ഇഷ്ടം. രാജു, എത്രയാണ് നിന്റെ പ്രായം? ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വിവേകവും വിശാലമായ മനസ്സ് നിനക്ക് എങ്ങനെ ഉണ്ടായി? എല്ലാം ഞാൻ എന്റെ വർമ്മ സാറിനെ കണ്ടാ പഠിച്ചത്. ഒപ്പം ജോലി ചെയ്യുന്ന എനിക്ക് വർമ്മ സാർ തരുന്ന സ്ഥാനവും പരിഗണനയും സഹായങ്ങളും കണ്ട ഒരു മനുഷ്യനായാൽ എങ്ങനെ ആവണമെന്ന് ഞാൻ പഠിച്ചത്. ഒരുപാട് സന്തോഷമായി രാജു. എന്തായാലും നീ തിരിച്ചൊന്നല്ലോ. എന്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു. ആർക്ക് വേണ്ടിയാണോ ഞാൻ അറസ്റ്റിലായത്, ആരുടെ പേരിലാണോ കളങ്കം വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്, അതേ ഋതിക മാഡം വലിയൊരു റിസ്ക് എടുത്ത് എന്നെ ജയിൽ മോചിതനാക്കി.